വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കശ്മീരിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ളൊരു പശ്ചാത്തലം ഒരുങ്ങിയത് എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കശ്മീർ എന്ന് കേന്ദ്രഭരണ പ്രദേശം എന്ന ഒരു പദവിയിൽ നിന്ന് മുക്തമാവുന്നു, ആ സമയത്തിന് വേണ്ടി ഭീകരർ തക്കം പാത്തിരിക്കുകയായിരുന്നു അവിടെയുള്ള സാധാരണക്കാരെ, അല്ലെങ്കിൽ അവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കാൻ. ഭീകരവാദമാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വലിയൊരു ചർച്ച വേറൊരു ഭാഗത്തൂടെ ഉയർന്നു വരുന്നത് ഈ സുപ്രീം കോടതിയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഉപരാഷ്ട്രപതി ധൻഖർ അടക്കം സുപ്രീം കോടതിയെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ധൻഖർ അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിയമനിർമ്മാണത്തിൽ സുപ്രീം കോടതി കയറി ഇടപെടുന്നു എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ഉണ്ട്. രാഷ്ട്രപതിക്കടക്കം സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പോൾ രാഷ്ട്രപതിക്കൊക്കെ നിർദ്ദേശം കൊടുക്കാൻ സുപ്രീം കോടതി ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉയർത്തിയാണ് ധൻഖർ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നിയമനിർമ്മാണത്തിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട, പാർലമെന്റ് ആണ് ഏറ്റവും വലിയ പരമാധികാരി എന്ന് കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായിട്ട് ധൻഖർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ധൻഖർ പറഞ്ഞ വേറൊരു കാര്യം, നിങ്ങൾ സുപ്രീം കോടതിക്ക് വിധികൾ പുറപ്പെടുവിച്ച് വിട്ടാൽ മാത്രം മതി, വിധികൾ പുറപ്പെടുവിച്ച് വിടുക, പക്ഷേ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ആരാണ്? തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള കേന്ദ്രവും ഇവിടെയുള്ള പോലീസും പട്ടാളവും ഒക്കെയാണ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡറിനും കൂട്ടർക്കുമായിരുന്നു ഈ കശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും സ്വതന്ത്രമാക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിന്നത് എന്നാണ് ഇപ്പോ ചർച്ചകൾ, ഈ ആംഗിളിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. സംസ്ഥാന പദവി കശ്മീരിന് കൊടുക്കാത്തതിൽ വലിയ വേവലാതി ഇവർക്കായിരുന്നു. 2024 സെപ്റ്റംബറിന് മുമ്പ് ഇലക്ഷൻ നടത്താൻ ഇവർ പറഞ്ഞു. പോരാത്തതിന് കശ്മീരിന് എന്ന് പൂർണ്ണമായിട്ട് ഒരു സംസ്ഥാന പദവി കൊടുക്കും എന്ന് ഇവർ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കശ്മീർ കേന്ദ്രഭരണ പ്രദേശം ആയിരുന്നു. കശ്മീരിന്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ആദ്യം ഭീകരവാദത്തിൽ നിന്ന് അത് മുക്തമാകണം, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വികസനം വരണം, അത് കഴിഞ്ഞ് അവർക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, അവരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനുണ്ട്. നമ്മുടെ ദേശീയത അവരിലേക്ക് എത്രത്തോളമാണെന്ന് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനുള്ള ഇതുണ്ട്. ഇപ്പൊ ഇതെല്ലാത്തിനും ഒരു സമയം വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കശ്മീരിനെ സ്വതന്ത്രമാക്കി അവർക്ക് കൃത്യമായിട്ടൊരു ഇത് കൊടുക്കാൻ എന്നുള്ള ഒരു ആംഗിളാണ് അന്ന് കേന്ദ്രം സ്വീകരിച്ചത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഇലക്ഷൻ നടത്തൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു തിക്തഫലമാണ് ഇവർ അനുഭവിക്കുന്നത് ഇപ്പോ ഈ കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഭീകരവാദികൾക്ക് ഇപ്പോൾ കണ്ടില്ലേ, നുഴഞ്ഞു കയറുന്നു, അവർ അമുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആംഗിളുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേറൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഈ ഫേക്ക് അക്കൗണ്ടുകൾക്ക് പിറകിലിരുന്ന ഒരുപാട് പേർ കശ്മീരിൽ ഈ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. കാരണം അത്യധികം മതസ്പർദ്ധ വളർത്തുന്ന കമന്റുകളാണ് പല ഭാഗത്തു നിന്നും അവർ പടച്ചുവിടുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ്. മീഡിയ വണ്ണ് കഴിഞ്ഞ ദിവസം ഈ കശ്മീരിൽ ഭീകരാക്രമണം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാർഡ് പുറത്തുവിട്ടിരുന്നു, 27 പേർ കൊല്ലപ്പെട്ടെന്ന്, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് ഇവർക്ക് തന്നെ പറയാൻ ബുദ്ധിമുട്ട്, കൊല്ലപ്പെട്ടെന്ന് പറയുന്നു 27 പേര്. അങ്ങനെയാണ് ഇവർ വാർത്ത കൊടുത്തത്. അതിന്റെ താഴെ ഒരുപാട് ഈ കമന്റുകൾ, വിഷം വമിപ്പിക്കുന്ന കമന്റുകൾ വന്നതായിട്ട് നമുക്ക് കണ്ടു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഭീകരവാദികൾ ഇത് ചെയ്യുന്നത് എന്താണ്. ഭീകരവാദികൾ ഹിന്ദുക്കളുടെ പേര് ചോദിച്ച് അവരെ കൊല്ലുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ഒരു വാർത്തയാകുമെന്നും, അങ്ങനെ ഭീകരവാദം മുസ്ലിങ്ങളാണ് ചെയ്യുന്നതെന്നും, അങ്ങനെ ഇവിടെ ഹിന്ദു ഏകീകരണം ഉണ്ടായി ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഭീകരവാദികളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം. അതുകൂടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇവിടെയുള്ള ഒരു പത്രം പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം പറയുകയാണ് കൊല്ലപ്പെട്ടെന്ന്. അതിന്റെ താഴെ വന്ന് ഇവർ മൊത്തം കമന്റാണ്, മരിച്ചെങ്കിൽ നന്നായി പോയി, അത് സംഘികളാണ് ചെയ്തത്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, നമ്മുടെ കേരളത്തിൽ പോലീസുണ്ട്. ഈ പോലീസിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ, ഈ പാലയിൽ ഒരു വൈദികനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയ ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വണ്ടി ഇടിച്ച് വീഴ്ത്തിയ കേസിൽ അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് പോലീസിന്റെ ഒരു തിട്ടൂരം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ ഉടനെ ഞങ്ങൾ പിടിച്ചകത്തിടും. ചേട്ടനും കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉടനെ ഞങ്ങൾ പിടിച്ചകത്തിടും എന്നാണ് ഈ പോലീസ് പറഞ്ഞത്. ഓക്കെ, ഫൈൻ, നല്ല കാര്യം. കാരണം ഒരു മതസ്പർദ്ധ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ, അത് നടത്തിയത് മുസ്ലിങ്ങളാണെന്ന് പിന്നീട് മുഖ്യമന്ത്രി തന്നെ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുസ്ലിം ചെറുക്കന്മാരാണ് വന്ന് ഈ ബിഷപ്പിനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയതെന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുന്നവന് സത്യമോ കള്ളവോ എന്നൊന്നും അറിയണ്ട, സംസാരിക്കുന്നവനെ മതസ്പർദ്ധയുടെ പേരിൽ പിടിച്ചകത്തിടും. പോരാത്തതിന് അടുത്ത സംഭവം, ഗുരുവായൂരിൽ ഒരു മാനസിക രോഗി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ ഗുണ്ടയാണെന്നൊക്കെ പറയുന്നു, ഗുഹ്യ രോമം എടുത്ത് തുളസിത്തറയിലോട്ട് വലിച്ചെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് സമാനമായിട്ടുള്ള ഒരു തിട്ടൂരം ഇവിടെ ഇറക്കി. പോലീസ് പറയുന്നത്
ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർ, ഇതിന്റെ വീഡിയോ പങ്കുവെക്കുകയോ എന്ത് ചെയ്യുന്ന ആളായിരുന്നാലും ഉടനെ തന്നെ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉം, അകത്തുപോയ ആൾക്കാരുണ്ട് ഈ കേസിൽ. ഈ വീഡിയോ പങ്കുവെച്ചെന്ന് പറഞ്ഞ് കേരളത്തിൽ ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതേ പോലീസ് ഈ സംഭവങ്ങൾ ഇവിടെ കാണുന്നില്ലേ? ഇതും കമ്മ്യൂണൽ വയലൻസ് ആണല്ലോ ഇവർ നടത്തുന്നതും. അപ്പോ ഹിന്ദുക്കൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു നിയമം, മറിച്ച് അപ്പുറത്തെ വിഭാഗത്തിന് നേരെ വന്നാൽ വേറൊരു നിയമം എന്ന രീതിയിലാണോ കേരളത്തിലെ പോലീസ് പോകുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണം എനിക്ക് പ്രതികരണം അറിയാം. ഒന്ന് ഈ ചന്ദ്രചൂഡിന്റെ വിഷയവും, പിന്നെ കേരളത്തിലെ ഈ പോലീസിന്റെ നിലപാടും, സോഷ്യൽ മീഡിയ ഈ കമ്മ്യൂണൽ വയലൻസിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈ സംഭവം. ഈ ആർട്ടിക്കിൾ 370 അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ കാശ്മീരിന് സമ്പൂർണ്ണമായ സംസ്ഥാന പദവി നൽകും എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു BJP-യുടെ ഒരു പ്രഖ്യാപിതമായ അവിടെ ഒരു വാഗ്ദാനങ്ങളൊന്നും അതായിരുന്നു. മറ്റേ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പോലെ കാശ്മീരും ഒരു മനോഹരമായ സംസ്ഥാനമാക്കി ഞങ്ങൾ കൊണ്ടുവരും. ഈ പ്രത്യേക അധികാരം അതിനു വേണ്ടിയിട്ടാണ് എടുത്തു കളയുന്നത്. കാരണം കാശ്മീരിന് മാത്രമായിട്ട് ഒരു പ്രത്യേക അധികാരമുള്ളത് അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു സാധനമാണ്, അത് വേണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അത് എടുത്തു കളഞ്ഞതിന് ശേഷമാണ് അനവധി വ്യാവസായിക സംരംഭങ്ങളും, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലുലു ഉൾപ്പെടെ അവിടെ പോയിട്ട് ഇത് തുടങ്ങാനൊക്കെ ഒരു സാഹചര്യം അപ്പോഴാണ് ഒരുങ്ങിയത്. അതെ അതെ അപ്പോ ഈ അതിനുശേഷം ഈ കാശ്മീരിനോട് ചേർന്ന് കിടന്ന ലഡാക്ക് മേഖല മാറ്റിക്കൊണ്ട് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കുകയും, കാരണം അത് അതീവ സുരക്ഷാ പ്രധാനമുള്ള ഒരു പ്രദേശമാണ്, അത് കേന്ദ്രഭരണ പ്രദേശമാക്കി നിർത്തുകയും ജമ്മു കാശ്മീരിനെ അതിൽ നിന്ന് മാറ്റി ജമ്മു കാശ്മീരിന് പ്രത്യേക ഒരു സംസ്ഥാനം, ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം നിലനിർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊണ്ടുവന്നപ്പോൾ, നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ഒരു അനാവശ്യമായ ഒരു ധൃതി കാണിച്ചില്ലേ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പൊതുവെ ധനുഷ് ചോദിച്ചതും അത് തന്നെയാണ്, അനാവശ്യമായ ഒരു ധൃതി. സ്വാഭാവികമായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് തന്നെ അമിത്ഷാ പാർലമെന്റ് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും അദ്ദേഹം പറയാറുണ്ട്, അവിടെ അതിനൊരു സമയമാകട്ടെ, ആ തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു കാലാവസ്ഥ വരട്ടെ, നമുക്ക് നടത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഉടൻ വേണം എന്നുള്ള ഒരു ഇതായി രാജ്യത്തെ സകലമാന പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടെ കിടന്ന് വലിയ പ്രശ്നമായി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറയേണ്ടി വരും. അക്രമ സംഭവങ്ങളോ മറ്റൊന്നുമില്ല. വലിയ രീതിയിൽ തന്നെയുള്ള വോട്ടിംഗ് പെർസെന്റേജ് കൂടി, പ്രത്യേകിച്ച് ഈ ഭീകരവാദികളൊക്കെ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ വലിയ രീതിയിൽ വോട്ടിംഗ് പെർസെന്റേജ് കൂടി. BJP-ക്ക് വലിയ നേട്ടം തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഈ ഒമർ അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ലോ ആൻഡ് ഓർഡർ, അതായത് രണ്ട് രീതിയിലുള്ള സുരക്ഷയാണ് കാശ്മീരിലുള്ളത്. ഒന്ന് സൈന്യത്തിന്റെ ഒരു സുരക്ഷാ കവചമുണ്ട്, അത് ഈ ബോർഡറുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ലോക്കൽ ലോ ആൻഡ് ഓർഡർ, സംസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ എപ്പോഴും പോലീസിന്റെ പക്കലാണ്. അവിടെ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നുണ്ട്. ഈ ഒമർ അബ്ദുള്ള കയറി കഴിഞ്ഞപ്പോൾ ഈ ഇവരുടെ അധികാരത്തിലേറുമ്പോൾ ഇവരുടെ ഈ ആൾക്കാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരുത്തണമല്ലോ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്ത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കയറി ഇടപെടുകയൊക്കെ ചെയ്തിരുന്നൊരു വിഷയമാണത്. അപ്പം ഒരുപക്ഷെ ആ പറയുന്നതിനകത്ത് ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോജിക്ക് ഇല്ലാതില്ല. കാരണം സംസ്ഥാന ഭരണത്തിലേക്ക് പോയപ്പോൾ, ഈ ഉമർ അബ്ദുള്ളയിലേക്ക് പോയപ്പോഴത്തേനും ഈ ലോ ആൻഡ് ഓർഡറിൽ ഒരു ചെറുതായിട്ടൊരു മയപ്പെടുത്തൽ പോലെ വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവിടെ വന്നിട്ടുണ്ടാകും. അതും ഈ കാരണം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഈ പട്ടാളം പോയി കാവൽ നിൽക്കുന്ന പരിപാടിയില്ല. കാരണം ഈ പൽഗാവ് എന്ന് പറയുന്ന ആ സ്ഥലം വളരെ സമാധാനപൂർണ്ണമായിട്ടൊരു സ്ഥലമാണ്. അവിടെ ഇതിനു മുമ്പ് ആക്രമണങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെയൊക്കെ പോയി പട്ടാളം പോയി കാവൽ നിൽക്കുക എന്നൊരു കാര്യങ്ങളില്ല. കാരണം സംസ്ഥാന പോലീസിന്റെ ചുമതലയാണ് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു അനുഭാവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടതായ ഒരു വിഷയമാണ്. കാരണം കാശ്മീരിന്റെ കണക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഏരിയ ഉള്ളത് സംസ്ഥാന പോലീസിന്റെ സംരക്ഷണമാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിൽ സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും 10 ആള് കൂടുന്നിടത്ത് 2 പോലീസുകാരെ കൊണ്ട് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ചില വിഷ്വൽസിലൊക്കെ കണ്ടപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു പോലീസുകാരനെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ അക്രമം നടക്കുന്നതിന്റെ വീഡിയോസ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോ ആ ഒരു സാധനം കണ്ടപ്പോൾ അതിനകത്ത് പോലീസുകാരനെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ലോ ആൻഡ് ഓർഡർ ഒക്കെ അവരുടെ ഒരു ഇതിലാണ്, അല്ലാതെ അവിടെ സൈന്യം കാവൽ നിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോ ഈ ഒരു രീതിയിലാണ് അവിടെ സംഭവിച്ചത്. അതൊക്കെ ഇനി പരിശോധിക്കേണ്ടതായ വിഷയമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല. കാരണം ഇത് സെക്കൻഡറി നമുക്ക് പരിശോധിക്കാനും ഇടകേറി പരിശോധിക്കാൻ വെക്കുന്ന സബ്ജക്റ്റ്. കാരണം ഇപ്പോഴത്തെ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് കടക്കുക അത്ര ശരിയായ ഒരു കാര്യമല്ല. അപ്പോ രണ്ടാമത്തേത് ഇവിടെ മീഡിയാസിനെ കുറിച്ചാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ട് ഈജിപ്തും വിപ്ലവം നടത്തിയിട്ട് അതിന്റെ ബെന്നെയൊക്കെ അവർ തൂക്കിക്കൊന്നായിരുന്നു, ഈ വിപ്ലവം നടത്തിയ നേതാവിനെ. കാരണം UAE അടക്കമുള്ള രാജ്യങ്ങൾ നിരോധിക്കപ്പെട്ടുള്ള നേതാക്കന്മാരാണ് ഈ ബെന്നയും കിന്നയൊക്കെ.
അപ്പം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നത് തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ അവര് വന്ന് ചർച്ച നടത്തുമ്പോൾ, ഈ ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞ് ജേർണലിസ്റ്റുകളാണ് എങ്കിലും അതിനേക്കാൾ ഉപരി അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരാണ്, അവിടെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് ആ വട്ടം കൂടിയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയാം. അവര് നിഷ്പക്ഷരാണെന്ന് പറഞ്ഞിട്ട് ജനത്തിനത് അങ്ങനെ ആകണമെന്നില്ല. അത് കാരണം അവരവരുടെ സ്ഥാപനങ്ങൾ, അത് മാധ്യമ സ്ഥാപനങ്ങളായാലും മറ്റോ ആയാലും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് മൗദൂദി ആശയങ്ങള് ലോകത്തെമ്പാടും എത്തിക്കുക, ഇന്ത്യയിൽ എത്തിക്കുക, കേരളത്തിൽ എത്തിക്കുക. അപ്പം അവർക്ക് എന്തായാലും അറിയാം, ഈ ഇത് കണക്ക് തന്നെ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലൊന്നും മാറ്റിമറിക്കാൻ തക്ക ഒരു സാധനം ഉണ്ടാകില്ല എന്നറിയാം. അപ്പോൾ കേരളത്തിൽ എങ്ങനെ കാരണം കേരളത്തിൽ കുറെ കുത്തിത്തിരിപ്പിന് സ്കോപ്പ് ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പോപ്പുലർ ഫണ്ടുകളൊക്കെ നിരോധിച്ച സ്ഥിതിക്ക് അതിതീവ്രമായ ഈ പോപ്പുലർ ഫണ്ടിന്റെ കൂടെ എസൻസ് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരു വലിയ പിന്തുണ കിട്ടും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒന്ന് ചാകുമ്പോഴാണല്ലോ മൊത്തം വളമാകുന്നത്. അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പതനം ഈ അടുത്ത കാലത്ത് ജമാഅത്ത് ഇസ്ലാമി ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് അവർ നടത്തിയ മാർച്ചും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭീകരന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തുക, ഒപ്പം തന്നെ വലിയ രീതിയിൽ വയലന്റ് ആയി. ഇതൊന്നും മുമ്പ് ജമാഅത്ത് ഇസ്ലാമി അത്ര വയലന്റ് ആയിട്ടുള്ള മാർച്ചുകളും മറ്റും നടത്താത്തവരായിരുന്നു. മറ്റേ അവർ തലയിൽ മറ്റേ ഹമാസുകാർ കെട്ടുന്നൊക്കെയുള്ള റിബണൊക്കെ കെട്ടിക്കൊണ്ടൊക്കെയുള്ള ഇതൊക്കെ. അപ്പൊ ആ രീതിയിലേക്ക് അവർ ഇറങ്ങുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കരുത്തില്ല, അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിക്ക് ആ കരുത്ത് കേരളത്തിലില്ല. അപ്പൊ ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ആ ഒരു വലിയ വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് എത്തുന്നു. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഹാപ്പിയാണ്, കാരണം അവരുടെ ചെറിയ പരിപാടികൾക്ക് പോലും വലിയ ജനക്കൂട്ടം എത്തുന്നുണ്ട്. അതെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അപ്പം അവരുടെ സ്ഥാപനം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരത്തുള്ളൂ. കാരണം അവരിപ്പം നല്ലതെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലയും കണ്ണും കറങ്ങിപ്പോ അവരങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട്. അപ്പം അവരത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കുറച്ചു നാൾക്ക് മുമ്പ് വരെ കാശ്മീരിലുള്ള ഭീകരരെ പോരാളികൾ എന്നാണ് അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. കാശ്മീർ ഭീകരരെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ചാനലാണത്. അപ്പോ ഹമാസ് അവർക്ക് പോരാളികളാണ്, ജമ്മു കാശ്മീരിൽ ഭീകരർ അവർക്ക് പോരാളികളാണ്. ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ഭീകരർ എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്നലെ ഇങ്ങനെ ഒരു ആളുകളാണ് സംഭവം അവര്. അപ്പൊ അടിച്ചിട്ടുണ്ടല്ലോ, കശ്മീരിൽ ഭീകരാക്രമണം, 27 പേർ കൊല്ലപ്പെട്ടെന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ ഒരു സംഭവം അടിച്ചിട്ട് ഇവര് ഈ അതിന്റെ താഴെ കമന്റുകളൊക്കെ വന്ന് അറിഞ്ഞപ്പോഴേക്കും ഈ വിഷയം അങ്ങ് കത്തിയപ്പോ ഇവന്മാര് തച്ചിനിരുന്ന് ഈ കമന്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കാർഡും അങ്ങ് വലിച്ചു കളഞ്ഞു. കാർഡും വലിച്ച് ഈ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ കൃത്യമായിട്ടുള്ള വാർത്ത ഇവര് കൊടുത്തു തുടങ്ങി. അതായത് ഇവന്മാരാണ് ഈ നെറേറ്റീവ്, ഈ രാജ്യവിരുദ്ധ നെറേറ്റീവ് ഇവിടെയുള്ള സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളല്ല, ഈ കമന്റ് ഇടാൻ പ്രേരിപ്പിക്കുന്ന വാർത്ത ഇവന്മാരുടെ വാർത്തയാണ്. ഇവന്മാരപ്പോ പറയുന്നത് എന്താണ്, കൊല്ലപ്പെട്ടെന്ന്, അതായത് എന്തോ ഒരു വാർത്ത വരുന്നു, കൊല്ലപ്പെട്ടു എന്ന് സംശയമാണ്. ഇതൊക്കെ ആരൊക്കെയോ പടച്ചു വിടുന്ന എന്തോ നെറേറ്റീവാണ്. അവിടെ സത്യം പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ അതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. ഈ ഇസ്രായേല് മറ്റേ ഹമാസിനെ ആക്രമിക്കുമ്പോഴും ഇന്ത്യയിൽ ഈ ഭീകരവാദികൾ ആക്രമണം നടത്തുമ്പോഴും എല്ലാം പറയുന്ന ഇവന്മാർ എന്താ പറയുന്നത്, ഇത് ആക്രമണം നടത്തുന്നത് മൊത്തം ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതൊന്നും മുസ്ലിം ഭീകരവാദികളല്ല, ഇത് ജൂതന്മാരാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഇവന്മാര് പറയത്തില്ല ഇതാണെന്ന്. ഇതിപ്പോ സത്യമായിട്ട് ജൂതന്മാർ, അതെന്താ അത് മീഡിയ വണ്ണ് പറയുന്നത് ജൂതന്മാരാണ് ആക്രമണം നടത്തുന്നത് ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോൾ ഇവരുടെ കമന്റുകൾക്ക് ഏകീകൃത സ്വഭാവമുണ്ട്. ഒരു ടൂൾ കിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം ഈ പൽഗാവിലെ ഈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് എല്ലാ വാർത്തയുടെയും മറ്റിനും താഴെ ഒരേ ടൈപ്പിലുള്ള കമന്റുകളാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇതിന്റെ പിന്നിൽ സംഘികളാണ്, സംഘികളാണ് പാകിസ്ഥാൻ ഇന്ത്യ ഒറ്റ കൊടുത്തത്. എന്നിട്ട് കുറെ പേരുടെ പേര്, ഇന്നയാള് ഒറ്റ കൊടുത്തു, ഇന്നയാള് ഒറ്റ കൊടുത്തു, ഇന്നയാള് ഒറ്റ കൊടുത്തു. എന്നിട്ട് താഴെ കുറെ ഹിന്ദു പേരുകളാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ സംഖ്യകളാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയുന്നു ഇതൊന്നും സംഖ്യകളല്ല, ഇത് സലീൽ ചൗധരി എന്ന പേരിൽ വന്ന അജ്മൽ കസബിനെ പോലെയുള്ള വേറെ സുഡാപ്പികളാണെന്ന് നമ്മൾ തിരിച്ചു പറയുന്നു. അല്ല പിന്നെ അപ്പം അല്ല, ഇത് ടൂൾ കിറ്റ്. അപ്പൊ ഒരു ടൂൾ കിറ്റ് കൃത്യമായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരേപോലത്തെ സമാനമായ കമന്റ് നമ്മുടെ മാത്രമല്ല എല്ലാ ചാനലുകളുടെയും വീഡിയോയ്ക്ക് താഴെയും എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഒരേപോലത്തെ, ഇത് നമ്മൾ കണ്ടതാണ്. സേവ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞിട്ടൊരു ഫോറം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പൃഥ്വിരാജും ടീമും എല്ലാം കൂടെ ഒരു സമരം നടത്തിയായിരുന്നല്ലോ, സേവ് ലക്ഷദ്വീപ്. ആ സമയത്തും ഇതിന്റെ ടൂൾ കിറ്റ് ഇന്ത്യ മുഴുവൻ അവർ വ്യാപിച്ചിരുന്നു. ഇപ്പൊ ടൂൾ കിറ്റ് വളരെ ശക്തമാണ്. അതായത് എന്താ സംഭവിച്ചത്, ഒരു ഇഷ്യൂ നടക്കുന്നു, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുദ്ധിജീവി ഇരുന്നിട്ട് ഒരു പോസ്റ്റ് ഒക്കെ തയ്യാറാക്കും, എന്നിട്ട് ഇത് വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ മീഡിയ വൺ അവരവരുടെ വാർത്ത കൊടുക്കുന്നു. അപ്പൊ തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ കമന്റ് ഷെയർ ചെയ്യുന്നു. അപ്പൊ കണ്ടവനും വായിക്കാൻ അറിയാൻ മേലാത്തവന്മാരെ ഇതവിടെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. ഇപ്പൊ ബംഗാളിൽ നടന്ന സംഭവം, ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന വധശ്രമം, കൊല്ലുന്നു. അപ്പോ
ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് സംഘികൾ ചെയ്യുന്നതാണ്. RSSകാർക്ക് ഇതിന്റെ അപ്പുറവന്മാർ ചെയ്യും. എവിടെ വെസ്റ്റ് ബംഗാളിലെ കാര്യമായി പറയുന്നത് ചെയ്യുമെന്ന് അതെ പറഞ്ഞു. അതെ. പക്ഷെ ഇവന്മാർക്ക് പണി പാളിയെന്ന് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചത്ത ഒരാൾ പോലും സംഘിയില്ലായിരുന്നു എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ചത്തത്. പാർട്ടി മെമ്പർമാരായിരുന്നു രണ്ടുപേര്. പിന്നെ ഇവർ ഈ ഉം. ആക്രമണം നടത്തിയ മുർഷിദാബാദ് എന്ന് വെച്ചാൽ CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയ. CPM തൃണമൂലും കോൺഗ്രസും ഉള്ള അവിടെ BJP-ക്കാരില്ല. ആ ഏരിയയിലാണ് ഇവർ ഉം. ആക്രമണം നടത്തിയത്. അപ്പൊ പിന്നെ ആ ഒരു നരേറ്റീവായിട്ട് പിന്നെ വന്നില്ല, അതങ്ങ് പോയി. ബംഗ്ലാദേശിൽ പിന്നെ ദൈവം സഹായിച്ച് പറഞ്ഞില്ല സംഖ്യകളാണെന്ന്. അപ്പം കാശ്മീരിൽ അക്രമം നടത്തി കഴിയുമ്പോൾ ഉടനെ തന്നെ ഇത് ഈ ലോജിക് ഇല്ലാത്ത ഒരു വെളുപ്പിക്കലുണ്ടല്ലോ, ലോജിക് ഇല്ലാത്തത്. ഇപ്പൊ ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ഹമാസ് അല്ല ജൂതന്മാരാണ് ഹമാസിന്റെ വേഷത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ലോജിക് ഇല്ല. അതായത് ഈ ബുദ്ധിക്ക് കുറവുള്ള, അവർക്ക് ബുദ്ധിയില്ല സത്യമാണ്, പക്ഷെ എന്ന് കരുതി മറ്റുള്ളവർക്കും ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഈ കമന്റുകളും അല്ലെങ്കിൽ അവരുടെ വെളുപ്പിക്കൽ അല്ല, പോകുന്നത്. അവരത് അതാണ് അതിന്റെ രസം. പറയുമ്പോ അതിന്റെ സംഖ്യ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവര് ഒരാളല്ല പറയുന്നത്, 100ഉം 1000 പേരും ചേർന്ന് ഒരുമിച്ചങ്ങ് പറയുകയാണ്. ഈ ഗീവൽസൻ സിദ്ധാന്തം അത് എന്ന് പറയില്ലേ, 100,000 പേര് ചേർന്ന് പറയും അതാണ് നമ്മൾ ടൂൾ കിറ്റ്. ജൂതന്മാരാണ് ആണാണെന്നങ്ങ് പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടൂൾ കിറ്റ് ആണ്. ഒരു ടൂൾ കിറ്റ് ഇത് നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരുത്തൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എഴുതിയിടും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവരും ഇടും. ഇതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ വായിച്ചൊന്നും അതെ അതെ ഇതിന്റെ അതെ. അർത്ഥം ലോജിക്ക് ഇവർ ചിന്തിക്കുന്നൊന്നുമില്ല. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ധാരണ മുഴുവൻ ഈ ഹിന്ദുക്കളെ പണി മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം അത് നിങ്ങളെ അല്ല പണിതത് സംഘികളെയാണെന്ന് പറയാം. അതൊക്കെ ഈ ആ ഉം. പരിപ്പൊന്നും ഇന്ത്യയിൽ എങ്ങും വേഗത്തില്ലത്. അതായത് കേരളത്തിൽ പോലും അതെ അതെ. വേഗത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നത്. അങ്ങനെ വെന്തിരുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി 10,000-70,000 വോട്ടിന് ജയിക്കത്തില്ലായിരുന്നു. അതല്ല BJPക്ക് കേരളത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നു ഇതൊക്കെ തന്നെ കൊണ്ടാണ്. ക്രിസംഖികൾ ഈ കാസയും ഉം. കണക്കുള്ള സംഘടനകളും ഒക്കെ ശക്തമായി വരുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം ഇവരുടെ ഈ പ്രചരണങ്ങളൊന്നും ഏക്കത്തില്ല. പണ്ട് ഇവർ ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് മതം തള്ളി കൊടുക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ അത് ഉൾക്കൊള്ളുവാനായിട്ട് ബഹുഭൂരിപക്ഷം ഉം. തയ്യാറല്ല. കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പണ്ട് ഇതുകൊണ്ടുള്ള ഇവരുടെ ഒരു സ്ഥിരം സാധനമുണ്ട്, ദളിത്. അതായത് ആരെ എന്ത് ചെയ്താലും ദളിത് ദളിത് പറഞ്ഞുകൊണ്ടിരിക്കും. നരേന്ദ്രമോദി അതെ. പ്രധാനമന്ത്രിയായ ശേഷം ആ പിന്നോക്കം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു പിന്നോക്കക്കാരനാണ്. പിന്നെ നമ്മുടെ ഉം. 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 രാഷ്ട്രപതിയായിട്ട് ഇരിക്കുന്നത് ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്, ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മന്ത്രിമാരെല്ലാം എടുത്ത അതെ. ആളാണ് വരുന്നത്. അപ്പൊ പിന്നെ അത് പറയാനായിട്ട് ഇല്ല. സവർണ ആ സാധനം ഇപ്പൊ പറയാനില്ല. കാരണം BJP അടിമുതൽ മുടി വരെ സവർണമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അത് ഇനി ഉം. പറയാനില്ല. പിന്നെ ഉള്ളത് പറഞ്ഞ ഇതാണ് ഇവരുടെ ഒരു മെയിൻ സാധനം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആരുമായിക്കോട്ടെ, ഭീകരരാരുമായിക്കോട്ടെ, ഇനി ജൂതനാണോ അതോ ഇനി ജപ്പാൻകാരനാണോ ആരുമായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം അതിനകത്ത് വെച്ച് ഉം. തന്നെ ഇവര്, അതായത് ഭീകരന്മാരെ, എനിക്ക് തോന്നുന്നു അവരുടെ ഭാര്യമാര് പോലും ഇത്രയും വെള്ളം പൂശിക്കൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഈ ഭീകരന്മാര് കടന്നു വന്നാൽ അവർക്ക് പാവിരിക്കാൻ ഒരു കാത്തിരിക്കുന്ന കുറച്ച് പേര് ഈ കേരളത്തിലുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തെ ഇവർ ഒറ്റപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. അവരെ മുഖ്യധാരകളിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഇത് ഇവർക്ക് ഉപകരിക്കത്തുള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിക്കുക, അവിടെയൊക്കെ മുസ്ലിംസ് ഏരിയ, ക്രിസ്ത്യൻസ് ഏരിയ, ഹിന്ദു ഏരിയ, സെപ്പറേറ്റ് ഏരിയകളാണ്. മിക്സഡ് അതെ ചെയ്ത് അതെ അതെ. താമസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷം വന്ന് ജനങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു. മനസ്സകന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വീട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. മനസ്സകന്നു കഴിഞ്ഞാൽ അടുത്ത് അതെ. വീടുണ്ടെങ്കിൽ ദൂരെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതേപോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ നാട്ടിലും എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. അതായത് ഇവരുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഇവിടെ അടി നടക്കണം, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ അടി നടക്കണം. അങ്ങനെ ഈ രാജ്യം കുട്ടിച്ചോറാകണം. അങ്ങനെ ഈ രാജ്യം അതെ. നശിച്ച് വണ്ടാരം അടങ്ങുമ്പോൾ ഞങ്ങളുടെ രാജ്യം ഇവിടെ സ്ഥാപിക്കും, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കും. അതിന്റെ മുകളില് ഉം. മീഡിയ വഴിയുടെ തലപ്പത്തിരിക്കുന്നതൊക്കെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ നമുക്ക് സുഖിച്ച് ജീവിക്കണം എന്ന് മൂഢന്മാരാണ്. കാരണം ഈ രാജ്യത്ത് ഒരിക്കലും ഇസ്ലാമിക ഭരണം വരില്ല. കാരണം ഈ രാജ്യം ഒരിക്കലും മറ്റുള്ളൊരു ടീമുകൾക്ക് അടിയറ പറയില്ല. അങ്ങനെയാണെങ്കിൽ 200 വർഷം ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് എന്നേ നമ്മൾ അടിയറവ് പറഞ്ഞേനെ. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയില്ലേ, അതെ. അവർ പോകേണ്ടി വന്നില്ലേ? ഇവിടെ കാലങ്ങളോളം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടല്ലോ. ഇവര് പറഞ്ഞ വീരശൂര പരാക്രമിയായ ടിപ്പു സുൽത്താൻ എന്തുകൊണ്ട് മധ്യ തിരുവിതാംകൂർ തൊട്ട് തെക്കോട്ട് കയറാൻ പറ്റിയില്ല? വെട്ടുകൊണ്ട് ഓടുകയായിരുന്നു. അതെ. അപ്പൊ ഇങ്ങനെയുള്ള ടിപ്പു സുൽത്താൻ ആയാലും ഔറംഗസീബ് ആയാലും മുഗളന്മാരായാലും ഖിൽജി വംശമായാലും അടിമ വംശമായാലും ഒക്കെ ഇവർ കാലങ്ങളായിട്ട് 10-800 കൊല്ലം ഈ രാജ്യത്ത് പലയിടത്തായിട്ട് ഭരിച്ചിട്ടും അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം വിദേശത്തുനിന്ന് കടന്നു വരുന്നവനെ നമ്മൾ അംഗീകരിക്കും, പക്ഷെ അവനെ അവൻ വിളച്ചിൽ കാണിക്കുക എന്നുള്ളത് നമ്മൾ അവനെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യമാണ്. അതാണ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവർ ഈ കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള നിർണായക ഘട്ടങ്ങളിൽ പോലും എനിക്കറിയാം ഇപ്പോൾ ഈ നമ്മുടെ ഈ അഭിനന്ദ് വർത്തമാനെ പാകിസ്ഥാൻ സേന പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിന് താഴെ വന്ന് ചിരിക്കുന്ന സ്മൈലി ഇട്ടത്, പുൽവാമയിൽ നമ്മുടെ പട്ടാളക്കാര് കൊല്ലപ്പെട്ടപ്പോൾ ചിരിക്കുന്ന സ്മൈലി ഇട്ടത്, അതൊക്കെ വലിയ വാർത്തയായി വന്നതാണ്.
അപ്പൊ അങ്ങനെ കുഷ്ഠം പിടിച്ച കുറെ മനസ്സിന് ഉടമകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളത് അത് അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യത്ത് മാത്രമേ ഇത് നടക്കൂ. ഈ ഒരു പണിയും കൊണ്ട് സൗദി അറേബ്യയിൽ ചെല്ലാൻ പറ്റൂ, UAE ചെല്ലാൻ പറ്റൂ, ഖത്തറിൽ ചെല്ലാൻ പറ്റും, തല കാണത്തില്ല കഴുത്തിന് മുകളിൽ. വേറെ ഏതെങ്കിലും യൂറോപ്യൻ അതെ. കൺട്രീസിൽ പറ്റുമോ? അവർ കാലമായി നിലത്തടിക്കും. ഈ രാജ്യത്ത് മാത്രമാണ് അല്ല അതിനുള്ള ഇവര് സ്വാതന്ത്ര്യമുള്ളൂ. ഇവരുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ മീഡിയ വണ്ണിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നറേറ്റീവ്, ഇവരുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഭീകരവാദത്തിന് മതമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭീകരവാദത്തിന് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മതത്തിന്റെ നിറം ചാർത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് ശക്തിയുക്തം എതിർക്കുന്നതാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ സർക്കാർ നടത്തിയ ഏതോ ഒരു പരിപാടിയിലെ പ്ലോട്ടില് ഈ ഭീകരവാദിക്ക് തലയിൽ തൊപ്പിയും മറ്റേ താടിയും വളർത്തി ഒരു ഇത് കൊടുത്തപ്പോ മീഡിയ വൺ അതിഭീകരമായിട്ട് പ്രതികരിച്ചിരുന്നു. മീഡിയ വൺ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. അത് കണ്ടോ, ഇതെന്താണ് ഒരു മുസ്ലിം വേഷധാരിയുടെ ഫോട്ടോയാണോ ഭീകരവാദിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ചിരുന്നു. പിന്നെ ഇവരുടെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവര് ലോകമെമ്പാടും ഈ ഭീകരവാദികൾ ചെയ്യുന്ന അവരുടെ ഈ അട്രോസിറ്റീസ് മറയ്ക്കാനായിട്ട് ഇവരുടെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വാല് മുറിഞ്ഞ കുറുക്കൻ എല്ലാ കുറുക്കന്മാരുടെ വാലും മുറിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ മതത്തിലും ഭീകരവാദികളുണ്ടെന്ന് പറയും. എല്ലാ മതത്തിലും ഭീകരവാദികളുണ്ട്. പിന്നെ എല്ലാ മതത്തിലുള്ളവരുമാരെ പോലെ മറ്റേ തോക്കും എടുത്തുകൊണ്ട് മതഗ്രന്ഥം എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ നെറ്റിയിൽ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇറങ്ങല്ലേ. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കിടയിലും ഭീകരവാദികളുണ്ട്. കണ്ടില്ലേ, ഗോഡ്സെ ഒരു ഭീകരവാദിയാണ്, മറ്റേ കമ്പും കുറുവടിയായിട്ട് നടക്കുന്ന ആൾക്കാർ ഭീകരവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ഇവന്മാരുടെ ഈ നറേറ്റീവ് എല്ലാം ഒറ്റയടിക്ക് തകർന്നടിഞ്ഞ് തരിപ്പണമായി പോകുന്ന കാഴ്ചയാണ് ഒറ്റ രാത്രി കൊണ്ട്, സത്യം പറഞ്ഞ ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോ ഈ നമ്മുടെ രാജ്യം മുഴുവൻ അലയടിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഈ സൈഫുള്ള ഖാലിദ് എന്ന് പറഞ്ഞ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരാൾ. ഇതാണ് അയാളുടെ ചിത്രം, കണ്ടോ? ഇതാണ് അയാളുടെ ചിത്രം. ഈ സൈഫുള്ള ഖാലിദ് എന്ന് പറയുന്ന ഒരാളുടെ ചിത്രമാണ് ഇത്. ഇതുവരെ മീഡിയ കൊണ്ട് കൊടുത്തിട്ടില്ല. ഈ ചിത്രം മീഡിയ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കി എല്ലാ മാധ്യമങ്ങളും ഈ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഈ ചിത്രം, ഇതെന്തുകൊണ്ടാണ് ഈ ചിത്രം മീഡിയ വണ്ണ് കൊടുക്കാത്തത് എന്ന് എനിക്കറിയത്തില്ല. തൊപ്പി കൊടുക്കും. അതാണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് എന്തുകൊണ്ടാ അല്ല, കൊടുക്കാത്തത്? കഴിഞ്ഞ ദിവസം ധനിച്ച വേറൊരു സംഭവം ഇവിടെ വേറൊരു കുത്തിത്തിരിപ്പിന് വേണ്ടി മീഡിയ ശ്രമിച്ച് തേഞ്ഞൊട്ടിപ്പോയി. കാരണം ഇവര് വിചാരിച്ച പഴയ കണക്ക് അത് എല്ലാവരും ഏറ്റുപിടിക്കുമെന്ന് വെച്ചു. ഒരു വാർത്ത കൊണ്ടിരുമ്പോൾ ബാക്കിയുള്ളവർ ഏറ്റുപിടിക്കില്ല. ഏതാണെന്ന് വെച്ചാൽ RSSന്റെ OTC നടക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം മാറിവാനീസ് കോളേജിലെ ഗ്രൗണ്ടിലാണ് ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. മാറിവാനീസ് അത് വലിയ ഹൈലൈറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കാർഡൊക്കെ അടിച്ചിട്ട് സോഷ്യൽ മീഡിയ കിടന്നങ്ങ് പൊളക്കിയ. ഇവരുടെ ധാരണ എല്ലാവരും കൂടെ കയറി അത് പിടിക്കുമെന്നുള്ളതാണ്. വളരെ കൗതുകകരമായ കാര്യം എന്ന് പറയാം. ഈ കേരളത്തില് ITC OTC ക്യാമ്പുകൾ നടക്കുന്നത് കുറച്ചധികം ക്രിസ്ത്യൻ സ്കൂളുകളാണ് കേരളത്തിൽ പലയിടത്താണ് നടക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ BJP ഒക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പുകൾ സംഘം നടത്താറുണ്ട്. അവിടെ ITC നടത്താറുണ്ട്, OTC നടത്താറുണ്ട്. അത് സംഘത്തിന്റെ സ്കൂളുകൾ കുറവല്ലേ, അപ്പൊ കൂടുതൽ പിന്നെ വിവിധ മാനേജ്മെന്റ് സ്കൂൾ നടത്താറുണ്ട്. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ നടത്താറുണ്ട്. ഞാനിപ്പോ അറിഞ്ഞത് ഈ മാറിവാനിസിന്റെ ഒക്കെ ഇതിൽ അവരും ഒരുപാട് പരിപാടികൾ നടത്താറുള്ളതാണ് അവിടെ. ഇത് ആരും കയറി ഏറ്റുപിടിച്ചില്ല. ഇവര് വിചാരിച്ചത് കൊണ്ട് വരും ഭയങ്കര കുത്തിത്തിരിപ്പുണ്ടാകും, ക്രിസ്ത്യൻസിന് ഇടയിൽ തന്നെ രണ്ട് വിഭാഗം തിരിയും. കാരണം ഇത് എന്തിനു കൊടുത്തു എന്ന് വെച്ചാൽ അവരെ ഇളവെന്ന് ഇവര് കരുതി. ഇല്ലെങ്കിൽ അതിനടി അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഒരു സാമാന്യ ലോജിക്കിന് ഒരു ബുദ്ധിക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. ഇത് എല്ലായിടവും നടക്കുന്ന. ക്രിസ്ത്യാനികൾക്ക് പണ്ടേ മനസ്സിലായതാണ് ചാണകത്തിൽ ചവിട്ടുന്നതാണ് ബോംബി ചവിട്ടുന്നതിനെക്കാട്ടും നല്ലതെന്ന്. അതുപോലെ തന്നെ ഉമാരി കൊണ്ടുവന്ന വേറൊരു കുത്തിത്തിരിപ്പാണ് പാലാ ബിഷപ്പിന്റെ മറ്റേ വീട്ടിന്റെ അടിയിൽ ശിവലിംഗം കണ്ടെത്തി എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത. അത് അതിഭീകരമായിട്ട് അവർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ചീറ്റി പണ്ടാൻ തുടങ്ങി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അല്ല, അതെ, അന്ന് ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവം വെച്ചാൽ ഇവർ എന്തെങ്കിലും കിട്ടുമ്പോൾ അതും കൊണ്ട് ഓടും, ഡെസ്കിലേക്ക് കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്യും. ഇതിന്റെ എന്താണ് റിയാലിറ്റി എന്നറിയില്ല. ഈ പാലയിലെ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഈ വിഗ്രഹം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരാഴ്ചക്ക് മുമ്പേ കണ്ടെത്തിയതാണ്. അതിന് ഡിസ്കഷനും ചർച്ചകളും ഒക്കെ പള്ളിക്കാരും അമ്പലക്കാരും തമ്മിൽ നടത്തി അവരൊരു തീരുമാനത്തിൽ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് ആരോ പറഞ്ഞത് ഇങ്ങനെ ഒരു ശില ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കത്തിക്കാൻ നോക്കി, ആരും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഓൾറെഡി അവർ ചർച്ച ചെയ്ത് തീർന്നതാണ്. എല്ലാ ചൂടും ഒക്കെ പോയൊരു സാധനമാണിത്. അതുപോലെയാണ് ഈ RSSന്റെ ക്യാമ്പ് നടന്ന കഥയും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കുകയാണ് നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് രസമാണ്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ രാജ്യത്ത് വേണം. കാരണം കുത്തിത്തിരിപ്പുകാരെ പോയി ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാർ പോയ സ്ഥിതിക്ക് ആ ഒരു സ്പേസിലേക്ക് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി കയറി വന്നിട്ടുണ്ട്. അവർ തന്നെയാണ് മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള സംഘടനകൾ അവരാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ഉന്മൂലനാശത്തിന് മുമ്പിൽ നിൽക്കുന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി നിരോധിച്ച സംഘടനയാണ്.
അങ്ങനെ എല്ലായിടത്തും പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മതമൗലികവാദ സംഘടന തന്നെയാണ്. അത് എന്തുകൊണ്ട് അതെ. നിരോധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ നിരോധിക്കുമെന്നുള്ള കാര്യം 100% ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നന്നായി അറിയാം. അതിന് അത് എത്ര നാൾ ഈ വണ്ടി ഓടും ഉം. എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. ആ വണ്ടി നമുക്ക് നല്ല ഒരു വിശ്വാസം തന്നെ ഉണ്ട്, അത് പോകും, തീരാറായി അതിന്റെ പണിയൊക്കെ. പിന്നെ വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ചില രസങ്ങളും വേണ്ട മനുഷ്യൻ, എന്നാലല്ലേ ഒരു സുഖമുള്ളൂ. കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ അതെ. പോയപ്പോ ഇനി ഒരു എന്താണെന്ന് നമ്മൾ നോക്കിയിരിക്കുകയാണ്. അതെ. അപ്പൊ ആ ഒരു കഴിഞ്ഞ ദിവസം റോളിലേക്ക് ഇവർ ഇതുപോലെ മീഡിയ വന്നിട്ടുണ്ട് ഇപ്പൊ. വണ്ണിന്റെ തലപ്പത്തിരിക്കുന്ന പ്രമോദ് രാമൻ ഉണ്ടല്ലോ, നമ്മുടെ നേരത്തെ മനോരമയുടെ തലപ്പത്തിൽ ഇപ്പൊ മീഡിയ വണ്ണ് പൈസ കൂട്ടി കൊടുത്തപ്പം നേരെ പ്രമോദ് രാമൻ പോയി അതിന്റെ തലപ്പത്ത് കയറിയിരിക്കുകയാണ്. അപ്പോ പ്രമോദ് രാമൻ അറിയാലോ, പ്രമോദ് രാമൻ അച്ചം പുച്ഛം മറ്റേ സ്വരാജ് പറയുന്നത് പോലെ എന്തവര് ചെയ്താലും അവർ നിരപരാധികളാണെന്ന് പറയുന്ന പോലത്തെ ഒരു ടീമാണ്. വളരെ വിഷമമുണ്ട് ഈ തീവ്രവാദം എന്നൊക്കെ പറയാനായിട്ട് പ്രമോദ് രാമന് വളരെയധികം വിഷമമുണ്ട്. എങ്കിലും പ്രമോദ് രാമൻ ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം ഇട്ടു. പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, ഒരു പെൺകുട്ടി ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ വളരെയധികം ബോൾഡായിട്ട് മരവിച്ച രീതിയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതിന്റെ ഒരു AI ഇമേജ് ആണ് പ്രമോദ് രാമൻ ഇട്ടത്. എന്നിട്ട് പ്രമോദ് രാമൻ പറയുകയാണ്, ഇത് AI ഇമേജ് ആണ്, ഇത് ആരോ വികാരം കൂട്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്തു വിട്ടിരിക്കുന്ന സംഭവമാണ്, ഇതല്ല യഥാർത്ഥ പിക്ചർ മറ്റതാണെന്ന് പറഞ്ഞു. അതിന്റെ താഴെ ഇയാൾക്ക് വന്ന കമന്റുകൾ കാരണം അവസാനം ഇയാൾ ആ പോസ്റ്റ് മൊത്തത്തിൽ മുക്കി കണ്ടം ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ താഴെ വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനിലൊക്കെ ഈ കൊച്ചുകുട്ടികളെ കൊന്നു ചിന്നിച്ചിതറി എന്നൊക്കെ പറയുമ്പോൾ എത്ര AI ഇമേജ് ആണ് ഇവിടെ കിടന്ന് പ്രചരിച്ചത്. എത്ര AI ഇമേജ് ആണ് കൊച്ചുകുട്ടികൾ മറ്റേ പുകയിലയുടെ കൂടെ ഓടുന്നത്, കൊച്ചുകുട്ടികൾ കൈ ഒരു ഭാഗത്ത്, കാലൊരു ഭാഗത്ത്, തല ഒരു ഭാഗത്തായിട്ട് കിടക്കുന്ന എല്ലാം ഫേക്ക് ഇമേജുകളായിരുന്നു. എല്ലാം ഫേക്ക് ഇമേജ് ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ എന്ത് പറ്റി രാമ, നിന്റെ മാധ്യമ ധാർമ്മികത ഉദ്ധരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ ഭയങ്കര കമന്റുകളായിരുന്നു. അവസാനം അയാൾ അത് മുക്കി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത അതൊന്നുമില്ല, ഈ രാജ്യത്തിനെതിരെ ഒരു വരുമ്പോഴെങ്കിൽ പോലും യുവമാർക്ക് രാജ്യത്തിന്റെ കൂടെ നിന്നൂടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു അല്ല, കാര്യം. ഇവരുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ധാരണ ഇവർ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇവരുടെ കൂടെ നിൽക്കുമെന്ന് ഇവർ ഇപ്പോഴും കരുതുന്ന മൂഢന്മാരാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, മൂന്നാം തവണ മോദി ജയിച്ചത് BJPയുടെ ഗുണം കൊണ്ടല്ല, ഈ നാട്ടിലെ ജനത്തിന് ആണൊരുത്തൻ അധികാരത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. നരേന്ദ്രമോദിയെ കണക്ക് ഒരുത്താൻ ഇരിക്കണം, എന്നാലേ എന്റെ രാജ്യത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ജനത്തിന് തോന്നിയോണ്ടാണ് അദ്ദേഹം മൂന്നാമത് ഇരിക്കുന്നത്, അല്ലാതെ BJPക്കാരുടെ ഗുണം കൊണ്ടൊന്നും അല്ലത്. അപ്പൊ അതെങ്കിലും ഇവന്മാര് മനസ്സിലാക്കണ്ടേ. എടാ, BJPക്കാരുടെ ഇതുകൊണ്ടല്ല, പൊളിറ്റിക്കൽ അല്ല, രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിൽ BJPക്ക് അത്ര സീറ്റല്ല, അതിനും താഴെ പോകേണ്ട സീറ്റ്. എന്തുകൊണ്ട് ജനം ഉം. നൽകി വോട്ടെന്ന് വെച്ചാൽ അവന് സുരക്ഷയാണ് വേണ്ടത്, അവന് ജീവിക്കണം, നമ്മൾ നടന്നു പോകുമ്പോൾ തല വേണം, ഇല്ലെങ്കിൽ കുടുംബം വേണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ജയിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യോഗി വെറുക്കാന്നല്ലേ ജനം പറയുന്നത്, അതല്ലാതെ അദ്ദേഹം അതെ, അതെ. മാറിയിട്ട് മൻമോഹൻ സിംഗ് വരണമെന്ന് പറയുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരണമെന്ന് ജനം പറയുന്നില്ല. അടുത്ത യോഗി വരട്ടെ, മോദിയേക്കാൾ പവർ ആണ് എന്ന് പറയുന്നത്, കാരണം അവന് സുരക്ഷയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് കാശ്മീരിലെ ജനം തെരുവിലിറങ്ങിയത്? അവരെ കൊല്ലണമെന്ന്, പരസ്യമാണ് തീവ്രവാദികളെ കൊല്ലണമെന്ന് ശ്രീനഗറിന്റെ തെരുവീതികളിൽ കൂടി ജനം വിളിച്ചു പറയുന്ന ഒരു കാലം നമ്മൾ കണ്ടു. ജീവിതത്തിൽ ഞാൻ കരുതിയതല്ലത്. നമ്മൾ ഇതുവരെ കാശ്മീരിൽ നിന്ന് കേട്ട വാർത്തകൾ മുഴുവൻ പോലീസിനെ കല്ലെറിയുന്നതും സൈന്യത്തെ കല്ലെറിയുന്ന അവിടുത്തെ നാട്ടുകാരായിരുന്നു. അവിടുത്തെ പള്ളികളിൽ കൂടെ ഈ സൈന്യത്തിനെതിരെ കലാപം നടത്തുവാനുള്ള ആഹ്വാനങ്ങളായിരുന്നു, ഈ ബാൻഡ് വിളിക്കുന്ന പോലെ തന്നെ കലാപാഹ്വാനങ്ങൾ മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം പാടെ മാറി മറിഞ്ഞില്ല. ഇപ്പൊ എന്തെന്ന് പറയുന്നത് അവരെ കൊല്ലൂ എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്യുന്ന നിലയിലേക്ക് മാറുന്നു. അപ്പൊ വലിയ അതെ. മാറ്റം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, കാശ്മീരിലുള്ളവർക്ക് നേരം കൊടുത്തു. ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ അസുദ്ദീൻ ഓവൈസി. അദ്ദേഹം നാക്ക് വളച്ചു കഴിഞ്ഞാൽ വർഗീയത അല്ല വേറൊന്നും പറയാൻ വ്യക്തി. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് മതത്തിന്റെ ഉം. പേരിൽ നടന്നൊരു കൊലയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനുള്ള മാന്യത ശ്രീ അസദ്ദീൻ ഓവൈസി കാണിച്ചു. ഏതായാലും കുറഞ്ഞ പക്ഷം നിങ്ങൾ ഈ ഉം. കാശ്മീരിലെ ജനത്തിന്റെ മാനസികാവസ്ഥയിലേക്കെങ്കിലും എത്തുക. രണ്ട്, അസദീൻ ഓവൈസി അസദീൻ ഓവൈസിനെ കുറിച്ച് ഇവർ പറയുന്നത് BJPയുടെ B ടീമാണ്. അപ്പൊ അസദീൻ ഓവൈസിയുടെ എങ്കിലും ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയരുക. ഈ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. അതെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നമ്മളെ കണക്കുള്ളവർക്ക് തമാശിക്കാനും തമാശ പറയാനും ഒരു സാധനമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഇത്ര നാളായിട്ട് ഇവരിത് പഠിച്ചിട്ടില്ല. ഇവരുടെ ധാരണ ഇവരിങ്ങനെ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കാൻ ഈ രാജ്യത്ത് ജനങ്ങളുണ്ടെന്നുള്ളതാണ് അവരുടെ ധാരണ മുഴുവൻ. അങ്ങനല്ല. പക്ഷെ അവർ ചെയ്യുന്നത് ആ ഒരു സമൂഹത്തെ സൈഡാക്കാൻ മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അത് അല്ല, മുഴുവൻ ഈ പേര് ഇവർ ചാനലിലും ആഗ്രഹിക്കുന്നത് അത് തന്നെ. യഥാർത്ഥത്തിൽ ഈ ചാനലിൽ ലൈസൻസ് കൊടുക്കുന്നതിന്റെ പുറകിലും സുപ്രീം കോടതിയിൽ ഒരു കൈയുണ്ട്. സുപ്രീം കോടതിയാണല്ലോ, കേരള ഹൈക്കോടതി പോലും പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലോട്ട് വിട്ടപ്പോൾ സുപ്രീം കോടതി അന്നും എനിക്ക് തോന്നുന്നു ചന്ദ്രചൂഡ് തന്നെ ആയിരുന്നു തോന്നുന്നു അവിടെ ഇരുന്നത്. ചന്ദ്രചൂഡ് അന്ന് ചന്ദ്രചൂഡ് അന്ന് അവിടെ ഇരുന്നിട്ട് ചന്ദ്രചൂഡ് ഉം, വലിയ ഡയലോഗ് അടിച്ച് കൊടുത്തതാ. ഈ ചാനൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയൊന്നും അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതിന്റെ നിലപാടിലൊന്നും ഒരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ വൃത്തികെട്ട സംഘടനയെ നിരോധിക്കാതെ യൗമാർ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു ബിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.